സോഷ്യൽ ആങ്സൈറ്റിനെ പറ്റി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ. ഹായ്, ഐ എം അക്ബർ. 2010 ഡിസംബറിൽ പബ്ലിഷ് ചെയ്തൊരു ന്യൂസാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. സോ ഇത് ശരിയാണോ? ഒരു സ്ത്രീക്ക് പേടി എന്ന് പറയുന്ന സാധനമില്ല. പഠിച്ച പണി 18 നോക്കി ഇവളെ പേടിപ്പിക്കാൻ, പക്ഷെ പേടിക്കുന്നില്ല. പാമ്പിനടുത്ത് കൈ കൊടുത്ത് ഈ ഒരുമാതിരി പ്രേതകഥയിലെല്ലാം കാണുന്ന പോലത്തെ പുര ഉണ്ടാവില്ലേ, അങ്ങനത്തെ പുരക്ക് ഇവളെ ഒറ്റക്ക് കടത്തി, എന്നിട്ട് പേടിക്കുന്നില്ല. എന്തിനു പറയുന്നത്? ഗുണ്ടകളെ കൊണ്ട് കിഡ്നാപ്പ് വരെ ചെയ്യിപ്പിച്ച്, എന്നിട്ട് ഇവള് പേടിക്കുന്നില്ല. എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അങ്ങനെ ഇവളുടെ ബ്രെയിനൊക്കെ കൊണ്ടുപോയിട്ട് സ്കാനൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി ഇവളുടെ അമിഗ്ഡല വർക്ക് ചെയ്യുന്നില്ല. സാധാരണ ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അമിഗ്ഡല വർക്ക് ചെയ്യുന്ന പോലെ ഇവളുടെ അമിഗ്ഡല ഫങ്ഷൻ ചെയ്യുന്നില്ല ആക്ച്വലി. അങ്ങനെ ഒരു ഡിസീസ് ഉണ്ടാകുന്നത് നല്ലതാണോ? നമുക്ക് പേടി ഉണ്ടാവില്ല, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവില്ല, അപ്പോൾ അത് നല്ലതല്ലേ? ഈ ന്യൂസ് കേട്ടപ്പോൾ ആ ഒരു സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പുള്ളിക്കാരി വെച്ച് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങോട്ട് കുറേ ചോദ്യം ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായ ഷീ സോ ഡിപ്രസ്ഡ്. ബിക്കോസ് ആ ഒരു ഡിസീസ് കാരണം വല്ലാണ്ട് ലൈഫിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടെ പേടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ലൈഫിൽ കുറച്ച് പേടിയൊക്കെ വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളെ നായ കടിക്കാൻ വേണ്ടി ബേക്കിൽ ഓടി. പേടിയില്ലെങ്കിൽ നമ്മൾ ഓടുക. ചെറിയൊരു ഫിയർ ഉള്ളിലുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഓടുക, അല്ലെങ്കിൽ കല്ലെടുത്ത് കയറി അങ്ങനെ എങ്ങനെയെങ്കിലും ആ ഒരു സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആന കുത്താൻ വന്നാൽ നെഞ്ചും പിരിച്ച് നിന്നിട്ട് കാര്യം ഉണ്ടാവും. ചെറിയൊരു ഫിയർ വേണം. സോ ആങ്സൈറ്റി നല്ലതാണ്. പക്ഷേ ഭൂരിഭാഗം പേരും അതിനെ വല്ലാണ്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അമിതമായാൽ അമൃതവും വിഷമെന്ന് കേട്ടിട്ടില്ലേ? ഈ ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം ഓവറായാൽ അത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. സോഷ്യൽ ആങ്സൈറ്റി എങ്ങനെ ഒഴിവാക്കാമെന്ന് നിങ്ങൾ അറിയുന്നതിന് മുമ്പ് ഈ ഒരു ആങ്സൈറ്റിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കണം. ആങ്സൈറ്റി 2 രീതിയിലുണ്ട്. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റിയും അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയും. കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി എന്ന് വെച്ചാൽ അത് ആദ്യം നമ്മൾ ചിന്തിക്കും, നമ്മൾ ഇമാജിൻ ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ട് എവിടെയെങ്കിലും പോകാൻ വേണ്ടി നോക്കില്ലാന്ന്. അങ്ങനെ പോകാൻ നോക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ കുറേ ചിന്ത വരും. മോട്ടർ ഇട്ടിട്ടില്ലേനോ, ആ മോട്ടർ ഓഫാക്കിയിട്ടുണ്ടാവുക, അല്ലാണ്ട് റബ്ബേ മൊത്തം പ്രശ്നമാവുക, അത് ഓഫാക്കിയില്ലെങ്കിൽ ടാങ്കിൽ നിറട്ട് വെള്ളം പോകില്ലേ, പ്രളയം സംഭവിക്കൂലേ, അങ്ങനെ കുറേ ചിന്ത വരും. അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് മേ ബി നിങ്ങൾ തിരിച്ച് വിട്ടിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി മോട്ടർ ഓഫാക്കിയിട്ടുണ്ട്. സോ അത് ഒരു ടൈപ്പ് ഓഫ് ആങ്സൈറ്റിയാണ്, കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി. നമ്മൾ ചിന്തിച്ചിട്ട് അത് കൂടുതൽ വേഴ്സ് ആക്കും. ബട്ട് ഈ അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റി എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആങ്ഷ്യസ് ആവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ബൈക്ക് ഓടിച്ചിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പട്ടി ഒന്ന് ചാടിയാൽ ഒരു ആങ്സൈറ്റി ഉണ്ടാവില്ല. സ്പോട്ടിൽ നമ്മൾ ബ്രേക്കൊക്കെ പിടിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യൂലേ, ആ ഒരു ടൈപ്പ് ഓഫ് ആങ്സൈറ്റി. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ സിബ്ലിംഗ് ഒക്കെ പെട്ടെന്ന് പോകുന്നതിലാക്കി പേടിപ്പിക്കൂലേ, ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ആങ്സൈറ്റി. നമ്മളെ പൂർവികരൊക്കെ അതുള്ളതുകൊണ്ടാണ് സർവൈവ് ചെയ്തത്. ഒന്ന് ഹണ്ട് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് മേ ബി വലിയ വലിയ ജീവികളെ അവർക്ക് നേരിടാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള പോലെ വലിയ വലിയ വെപ്പൺസും കാര്യങ്ങളൊന്നും അപ്പോൾ ഇല്ലല്ലോ. ചില സമയത്ത് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് ഫൈറ്റ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഈ ഒരു അമിഗ്ഡല ബേസ്ഡ് ആങ്സൈറ്റിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിക്കുക, നിങ്ങളെ ആങ്സൈറ്റി ഏത് രീതിയിലുള്ളതാണ്? അമിഗ്ഡല ബേസ്ഡ് ആണോ അതോ കോർട്ടെക്സ് ബേസ്ഡ് ആണോ? എൻ്റെ സംശയം ശരിയാണെങ്കിൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ഫേസ് ചെയ്യുന്ന ആങ്സൈറ്റി എന്ന് പറയുന്നത് കോർട്ടെക്സ് ബേസ്ഡ് ആങ്സൈറ്റി ആയിരിക്കും. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന് അങ്ങനെ പോയാൽ കൂടുതൽ ചിന്തിക്കുമോ, ഓൻ എന്നെയാണ് നോക്കുന്നത്, അവരെന്നെ പറ്റി എന്തെങ്കിലും ചിന്തിക്കുമോ, ഞാനങ്ങനെ സംസാരിക്കും, ഞാൻ ഇന്ന പറഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കും, ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ അവരെന്തെങ്കിലും വിചാരിക്കും. ഫുൾ സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ ആങ്ഷ്യസ് ആവും. അപ്പോൾ ഈ സോഷ്യൽ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാൻ തന്നെ വേണം, വേറൊരു വഴിയില്ല. നിങ്ങൾ കുറേ ബുക്ക് വായിച്ച്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ബൈ പീപ്പിൾ ബൈ ഡെയിൽ കാർണേജ് വായിച്ച്, കുറേ പോഡ്കാസ്റ്റ് കേട്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ കണ്ടാൽ ഡ്രൈവിംഗ് പഠിക്കുക? നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യണ്ടേ? വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് താത്ത് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് മെല്ലെ വിട്ട് ആക്സിലേറ്റർ കൊടുത്ത് അങ്ങനെ നമ്മൾ ചെയ്ത് പഠിക്കണം. പിന്നെ ഇമ്പ്രൂവായി വരില്ല. അതുപോലെയാണ് ഈ ഒരു സംഭവം ആങ്സൈറ്റി, അതായത് സോഷ്യൽ ആങ്സൈറ്റിയുടെ കാര്യം പറയുന്നത്. മറ്റു കാര്യങ്ങളല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കര വലിയ ടോപ്പിക്കാണ്. അതൊന്നും ഞാൻ കൂടിയാൽ കൂടില്ല. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി നിങ്ങൾ ഫേസ് ചെയ്യുക. പരമാവധി നിങ്ങൾ അൺകംഫർട്ടബിൾ സിറ്റുവേഷനിൽ ഇടുക. എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി സംസാരിക്കുക. അങ്ങനെ സോഷ്യൽ ആങ്സൈറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വെറുതെ പേടിച്ചിരിക്കല്ല. മേ ബി ചില ആൾക്കാർ പറയും ഞാൻ ഇൻട്രോവേർട്ടാണ്, ഞാൻ എക്സ്ട്രോവേർട്ടാണ്. സത്യം പറയാലോ, ഭൂരിഭാഗം പേരും മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ആംബിവേർട്ടാണ്. അതായത് 50% ഇൻട്രോവേർട്ടും 50% എക്സ്ട്രോവേർട്ടും ആ ഒരു അവസ്ഥയാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമയത്ത് അധികം സോഷ്യൽ ആങ്സൈറ്റിയൊന്നും നമ്മളത്ര വെറി ചെയ്യൂല. നമ്മൾ ഭയങ്കര ചില്ലായിരിക്കും, നമ്മളൊരു കംഫർട്ട് സോണിലാണ് ഉള്ളത്. ഈവൻ നമ്മൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ പോലും ചില സമയത്ത് ഒരു കൂട്ടം ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് വൈബായിരിക്കും. നമ്മൾ കൂടുതലൊരു എക്സ്ട്രോവേർട്ടായിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്ന പോലെയൊക്കെ ആവും. ആക്ച്വലി നമുക്ക് ഫ്രണ്ട്സിൻ്റെ ആവശ്യമുണ്ടാവും. എന്താണ് ഈ പേർപ്പസ് ഓഫ് ഫ്രണ്ട്സ്? യു ആർ ദ സം ഓഫ് യുവർ 5 ഫ്രണ്ട്സ് എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ബൈ.